വെട്ടിമുറിച്ച മുറിവിൽ നിന്നും വീണ്ടും പൊട്ടിമുളയ്ക്കുന്ന മങ്ങളെപ്പോലെയാവണം ഓരോ വ്യക്തിയും. എത്ര താഴ്ചയിൽ ചെന്ന് ചാടിയാലും ഉയർത്തെഴുന്നേൽക്കാൻ പഠിക്കണം. നഷ്ടങ്ങളെന്നും നഷ്ടങ്ങൾ തന്നെയാണ്. എത്രയൊക്കെ സന്തോഷങ്ങൾ വന്നാലും ചില നഷ്ടങ്ങൾ ജീവിതാവസാനം വരെ നമ്മുടെ കണ്ണുകൾ നിറച്ചുകൊണ്ടേയിരിക്കും. എല്ലാം തികഞ്ഞ ഒരു ദാമ്പത്യ ജീവിതമോ പരിപൂർണമായ ഒരു സൗഹൃദമോ എല്ലാം കൊണ്ടും അനുയോജ്യമായ ഒരു ജോലിയോ സമാധാനപൂർണമായ ഒരു വ്യാപാരമോ എല്ലായിടത്തും പൂക്കൾ വിതറിയ ഒരു ജീവിതമോ സത്യത്തിൽ ഇവിടെയില്ല. ഉള്ളറിയാത്ത 1000 ചങ്ങാതിമാരേക്കാൾ ഉള്ളറിയുന്ന ഒരു ചങ്ങാതി കൂടെയുണ്ടെങ്കിൽ സൗഹൃദത്തിന്റെ കാര്യത്തിൽ അവർ സമ്പന്നനാണ്. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി സാഹചര്യം എത്ര കഠിനമാണെങ്കിലും നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. തോൽക്കാൻ ഒരു വിഷമവും ഇല്ല. ജീവിതമല്ലേ, ജയവും തോൽവിയും സാധാരണയാണ്. പക്ഷേ ചിലർ നമ്മളെ മനഃപൂർവ്വം തോൽപ്പിച്ചതാണെന്ന് അറിയുമ്പോഴാണ് നാം ശരിക്കും തോൽക്കുന്നത്. ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര കഠിനമാണെങ്കിലും കരുതി വെച്ചിട്ടുള്ളതാണെങ്കിൽ നാം അതിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. പിന്നിട്ട വഴികളിലെ അനുഭവവും പിന്നിടുവാനുള്ള വഴികളിലെ പ്രതീക്ഷയുമാണ് ജീവിതത്തിൽ മുന്നോട്ടു പോകാനുള്ള ഊർജം നൽകുന്നത്. ഒരാളുടെ മനസ്സ് മനസ്സിലാക്കി ആശ്വസിപ്പിക്കുവാനും പരിമിതികൾ നോക്കാതെ സ്നേഹിക്കുവാനും നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ കഴിയൂ. നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെ ഓർത്ത് പിന്മാറിയവരല്ല, സ്വന്തം കഴിവുകളിൽ വിശ്വാസമുള്ളവരാണ് ജീവിതത്തിൽ സ്വപ്നങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ പുരോഗമിക്കുന്നു എന്നാണ്.